വോട്ടെണ്ണലിന്റെ മുക്കാൽ പങ്ക് സമയവും എൻ.ഡി.എയുടെ മുന്നേറ്റം. അവസാന ഘട്ടത്തിൽ യു.ഡി.എഫിന്റെ തിരിച്ചുവരവ്. ഒടുവിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ 4 തവണ വിജയിക്കുന്ന ആദ്യ വ്യക്തിയായി ഡോക്ടർ ശശി തരൂർ. ബി.ജെ.പിയുടെ കുതിപ്പിലും ഡോക്ടർ ശശി തരൂരിനെ പിന്തുണച്ച ഘടകങ്ങൾ നിരവധിയാണ്. 2014-ൽ 15,470 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ബി.ജെ.പിയുടെ ഒ രാജഗോപാലിനെ തോൽപ്പിച്ചതെങ്കിൽ ഇത്തവണ ശശി തരൂരിന്റെ ഭൂരിപക്ഷം 16,077 വോട്ടായി ഉയർന്നു. 2009-ൽ 99,998 വോട്ടുകളുടെയും 2019-ൽ 99,989 വോട്ടുകളുടെയും ഭൂരിപക്ഷമാണ് തരൂരിന് ലഭിച്ചത്. ശശി തരൂരിന് 3,58,155 വോട്ടും രാജീവ് ചന്ദ്രശേഖറിന് 3,42,078 വോട്ടും ലഭിച്ചപ്പോൾ ഇടതു സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് കിട്ടിയത് 2,47,648 വോട്ടുകളാണ്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി മുൻതൂക്കം നേടിയപ്പോൾ തിരുവനന്തപുരം, പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിൽ യു.ഡി.എഫിനായിരുന്നു മേൽക്കൈ. ഒരു അസംബ്ലി മണ്ഡലത്തിലും എൽ.ഡി.എഫിന് മുന്നിലെത്താനായില്ല. 2019-ലെ തിരഞ്ഞെടുപ്പിൽ നേമത്ത് മാത്രമാണ് ബി.ജെ.പിക്ക് മുന്നിലെത്താനായത്. അന്ന് 3 വീതം മണ്ഡലങ്ങളിൽ എൻ.ഡി.എയും എൽ.ഡി.എഫും 2ാം സ്ഥാനത്തെത്തിയിരുന്നു. കഴിഞ്ഞ തവണ ഇടതു സ്ഥാനാർത്ഥി സി ദിവാകരന് ലഭിച്ച അത്രയും വോട്ട് ഇക്കുറി പന്ന്യന് കിട്ടിയില്ല എന്നതും ശ്രദ്ധേയമാണ്. നഗരമണ്ഡലങ്ങളിലെ ചില ഭാഗങ്ങൾ ശശി തരൂരിനെ കൈവിട്ടപ്പോൾ വലിയതുറ, ഭീമാപ്പള്ളി, പൂന്തുറ, പാറശാല നിയമസഭാ മണ്ഡലത്തിലെ കുന്നത്തുകാൽ, കാരക്കോണം, ആനപ്പാറ, കോവളത്തെ കാഞ്ഞിരംകുളം, പുല്ലുവിള, പുതിയതുറ, പൂവാർ തുടങ്ങിയ മേഖലകൾ ചേർത്തുപിടിച്ചു. 24 തിരുവനന്തപുരം.